ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐറിൻ അമ്മൂസ് വ്ളോഗ്. അപ്പോൾ ഐറിൻ്റെ ഇന്ന് സൺഡേ വ്ളോഗാണ് ഗൈസ്. അമ്മൂസ് ഇന്ന് സൺഡേസ് എന്തൊക്കെയാണ് സാധാരണ ചെയ്യൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അമ്മൂസ് എന്ത് ചെയ്യാൻ പോവാം? അമ്മൂസിന് രാവിലെ എഴുന്നേറ്റിട്ട് നല്ല കോൾഡാണ് ഗൈസ്. എന്താ കോൾഡ് മാത്രമേ ഉള്ളോ? വേറെ എന്താ ഉള്ളത്? തൊണ്ടവേദനയുണ്ടല്ലേ? പറ. ചെറുതായിട്ട് തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉണ്ട്. തണുപ്പിൻ്റെയാണ്. അമ്മൂസ് ഇനിയിപ്പോൾ എന്താ കഴിക്കുന്നത്? ഇന്ന് രാവിലെ കാറ്റഗിസം ഉണ്ട് അമ്മൂസിന്. കാറ്റഗിസത്തിന് പോകാൻ വേണ്ടിയിട്ട് അമ്മൂസ് നല്ല നൂഡിൽസ് കഴിക്കുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന നൂഡിൽസും ബ്ലാക്ക് കോഫിയാണ് രാവിലെ കുടിക്കുന്നത്. സൺഡേ സ്കൂളിലോ? ഡാൻസ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരാം, കൊണ്ടാക്കി തരാം. സാധാരണ അവളുടെ പപ്പയാണ് കൊണ്ടാക്കി കൊടുക്കുന്നത്. ഇന്ന് എന്നോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവള്. ഞാൻ ഫസ്റ്റ് ടൈം കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തം അവളുടെ പപ്പയാണ് കൊണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ ഇരുന്നാ മതി, അവളുടെ ഡാൻസ് ഒക്കെ കണ്ടാ മതി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആണോ? ഓക്കെ, അവിടെ പാരൻസിനൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് അമ്മൂസ് പറയണത്. അപ്പോൾ നമുക്ക് പറ്റിയാൽ പോവാം അല്ലേ? ഞാൻ പറ്റിയാൽ വരാം കേട്ടോ, സങ്കടപ്പെടണ്ട. എന്നാൽ വേഗം ഫുഡ് കഴിക്ക്, എന്നിട്ട് നമുക്ക് പോവാം. അമ്മൂസെല്ലാം ഒരുങ്ങി സെറ്റായിട്ടുണ്ട്. അമ്മൂസിന് അതാ കയ്യിലെന്താ അമ്മൂസെ? വിക്സിൻ്റെ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. അമ്മൂസിൻ്റെ ഹെയർ ഞാൻ കാണിക്കേ. ഇത് കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലിപ്പടിയിലും കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം അമ്മൂസിന്. എന്ത് ഈ ക്ലിപ്പിൻ്റെ അല്ലേ? ഇതിലൊരു മണിയൊക്കെ ഉള്ളതാണ് ഈ ക്ലിപ്പിൻ്റെ. ഇത് വേളാങ്കണ്ണി പോയപ്പോൾ ഞങ്ങൾ മേടിച്ചാണ് ഈ ക്ലിപ്പ്. അപ്പോൾ അമ്മൂസ് ഇന്നിപ്പോൾ എങ്ങോട്ട് പോവാ? സൺഡേ സ്കൂളിൽ പോവാം. ഇന്ന് ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടോയെന്ന് അനുസരിച്ച് അറിയില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തോ കേട്ടോ, ഈ സാധനം യൂസ് ചെയ്തോ. ഇത് കളഞ്ഞിട്ട് വരരുത്. കളഞ്ഞിട്ട് വന്നാൽ ഞാൻ പിന്നെ മേടിച്ചു തരില്ല കേട്ടാ. ഓക്കെ, ഗ്രൂപ്പിലൊന്നും വന്നിട്ടില്ല അമ്മൂസ്, അതുകൊണ്ട് ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ടീച്ചറൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് ഓർമ്മയില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അമ്മൂസിനോട് ടീച്ചർ ഇതുവരെ പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. ഉണ്ടാവില്ലടാ, അന്ന് ഗ്രൂപ്പിൽ അറിയിക്കേണ്ടതല്ലേ? ഗ്രൂപ്പിലൊന്നും അവർ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല ഗ്രൂപ്പിൽ. ഇന്നലെങ്കിലും മിസ്സ് പറയേണ്ടതല്ലായിരുന്നു. മിസ്സ് പറഞ്ഞില്ലല്ലോ ഗ്രൂപ്പിലുണ്ടെന്നുള്ളത്. അല്ല, ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ളത്. ഉണ്ടാവില്ലായിരിക്കും. നെറ്റ് എടുത്തായിരുന്നോ തലയിലിടാൻ? ഓക്കെ, അപ്പോൾ പള്ളിയിൽ പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, അമ്മൂസ് പിന്നെ നമ്മുടെ പള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകണം അവൾക്ക് 2 മണിക്ക്. അപ്പോൾ അതിന് മുന്നേ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് വിടുക. ഇല്ലെങ്കിൽ വിശന്നും. രാവിലെ 6 മണിക്ക് മോള് കഴിക്കുന്നതാണ് കാറ്റഗിസത്തിന് പോകുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പള്ളിയും കാറ്റഗിസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 11:30 വീട്ടിലെത്തും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, ഫുഡ് കൊടുക്കും. അപ്പോൾ ആ ഫുഡ് കഴിച്ച് കഴിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതാണ് നേരത്തെയോടെ ഫുഡ് കൊടുക്കുന്നത്. അതിന് ശേഷം അവിടെ ആ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ.
ശരിയാണ്. കുറച്ച് സ്പീഡ് വരുമ്പോ കുറച്ചും കൂടി ഒന്ന് നോക്കാണ്ട്. അപ്പൊ ആദ്യം ഇങ്ങോട്ടാക്കുമ്പോൾ നമ്മള് ഇങ്ങനെ ആക്കുക. ആദ്യം തന്നെ ഞാൻ നല്ലോണം പഠിച്ചു. എന്നിട്ട് വീണ്ടും ചവിട്ടുക. എന്നിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങോട്ടായി പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഓർമ്മയിട്ട് ഇങ്ങോട്ടാണ്. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ ഒന്ന് ഓർമ്മ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ടീച്ചർ വഴക്ക് അറിയില്ലെങ്കിൽ ടീച്ചർ വഴക്കും അറിയില്ല. അപ്പോൾ നന്നായി കളിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ ടീച്ചർ നന്നായി വഴക്കറിയില്ല കേട്ടോ. അപ്പൊ ഹമൂസ ഇല്ലടാ, എന്ത് പറ്റി? കളിക്കാൻ പറ്റിയ കുഞ്ഞ്. എന്റെ ദൈവമേ, കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാമേ. ഞാൻ ഉണ്ടാക്കിയ ഒരു പോപ്പിച്ച് കാണിച്ചതാ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങള്. ഇതാ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പോപ്പിറ്റാണ് ഗൈസ്. ഇത് സൗണ്ട് ആക്കില്ല ബോക്സ് തുറന്നിട്ട്. ഇത് സൗണ്ട് ആക്കില്ല ബോക്സ് വെറുതെ പൊട്ടിച്ച് കളിക്കാം. പിന്നെ വേറെ ഒന്നും ഉണ്ടെങ്കിൽ രണ്ടുണ്ട്. ഒരു പീക്ക് വേറെ ഓർമ്മയില്ലായിരുന്നോ? പിന്നെ ഒരു റോസ് നടുക്ക് ഇതുള്ള റോസ്. അതിന് മുട്ട വേണോടി, അത് ഫില്ല് ചെയ്യണം. അത് കളർ പേപ്പർ അത്രയും ഇല്ലാത്തത് കൊണ്ടാ. പിന്നെ ഇത് സാധനം. എന്ത് സാധനൊക്കെയാ മോളെ അത്? ഇത് ആ ബുക്ക് ഓതിയാണ് സാധനം. ഇല്ല സാധനം എടുത്തോണ്ട്. എന്ത് സാധനം അത്? എന്താ ഉദ്ദേശിച്ചത് കൊണ്ട്? ബട്ടർഫ്ലൈന്റെ ചെറുത്. എന്റെ ദൈവമേ, ഞാൻ പേപ്പർ പിക്ക് കണ്ടിട്ടാ. പേപ്പർ പിക്കിന്റെ ആദ്യം ഈ ക്യാച്ച് പില്ലർ ഇങ്ങനെ താഴെ കണ്ടിട്ട് ഇങ്ങനെ ഊതിക്കുക പേപ്പർ പിക്ക്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ബട്ടർഫ്ലൈ ആയി പറക്കുക. അതാട്ടോട് കണ്ടിട്ടാ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഒന്നും ഉണ്ടായില്ല. അതെവിടെ പോയി? പിന്നെ പിന്നെ ബുക്ക് മാർക്ക് നോക്കട്ടെ. ബുക്ക് മാർക്ക് ഇതൊക്കെ എവിടുന്ന് നോക്കി പഠിച്ചതാ? അത് ക്ലാസ്സില് ഡ്രോയിങ്ങിന്റെ ആർട്ട് ബുക്ക് ഉണ്ട് ക്ലാസ്സില്. അതിൽ നോക്കി. എന്നിട്ട് ബുക്ക് മാർക്ക് ചെയ്യാൻ നീ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് അത് ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് ചെയ്തത്. ഓർമ്മയില്ല. പിന്നെതാ സാന്റാക്ലോസ്. കൊള്ളാലോ. എവിടെ നോക്കിയാ ട്രേസ് എടുത്ത്? അത് ഞാനില്ലേ ഒരു യൂട്യൂബില് ഞാൻ സാന്റാക്ലോസിന് ഇത് നോക്കി. എന്നിട്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് അത് നോക്കി ഇങ്ങനെ വരച്ചതാ. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട് കുട്ടി. ഇതില് ഇത് ഓയിൽ പേസ്റ്റ്, ഇത് സ്കെച്ച് പെൻ, ഇത് സാധാ കളർ. കുറേ കളേഴ്സ് ഒക്കെ ഉണ്ട്. ഓയിൽ പേസ്റ്റ് ആണോ അത്? ഇത് ഓയിൽ പേസ്റ്റാ. ഇതിന് 10 ഔട്ട് ഓഫ് എത്രയാ കൊടുക്കണത് നോക്കുന്നത്? ആസ്മ എത്രയാ? 10 ഔട്ട് ഓഫ് 9. ഞാൻ വിചാരിച്ചറിയുന്നത്. എനിക്ക് 10 ഔട്ട് ഓഫ് 10. പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ചിട്ടുണ്ടായി. ഡോറ ബുജി. ഡോറേനെ വരച്ചേക്കുന്ന നല്ല ഭംഗിയുണ്ട്. പിന്നെ മിക്കി മൗസ്. അടിപൊളിയായിട്ടുണ്ട്. ഈ മിക്കി മൗസിനെ നോക്കി വരച്ചതല്ല, അച്ചടിച്ചു. ഇതിലുള്ള മിക്കി മൗസ് നോക്കി വരച്ച അല്ല. പിന്നെതാ ക്രിസ്മസ് ട്രീ. പിന്നെ ഒരെണ്ണം ഉണ്ടായില്ല. അത് എവിടെ പോയി? വേറെ പോപ്പിച്ച്. ഇതിന് സൗണ്ട് കേൾക്കും. പക്ഷെ ഇത് പോപ്പിച്ച് പോലില്ല. യൂട്യൂബ് നോക്കി ഉണ്ടാക്കാൻ പറ്റും. സൗണ്ട് നോക്കിക്കോ. സൗണ്ട് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ്. പേപ്പർ പോപ്പിറ്റ് അല്ലേ?
ടിഷ്യൂ പേപ്പർ ഇത് ഏകദേശം ഫില്ലായില്ലേ? എടുത്തിട്ട് മറന്നുപോയില്ല. ഈ വെക്കേഷൻ ആയതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ ഒരു പോപ്പിച്ച എങ്ങനെ ഉണ്ടാക്കണത് അത് യൂട്യൂബിൽ ഒരു ഹൗ ടു മേക്ക് പോപ്പിച്ച അതിടാവേ. അത് ശരിക്കും ഒരു സൗണ്ട് കേൾക്കില്ല, പക്ഷെ അത് ശരിക്കും പോപ്പിച്ച പോലെയാണ്. ശരിക്കും ഇങ്ങനെ ആക്കി കളിക്കുക. നല്ല ഒരു ടോയ് പോലെയാണ് അത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാവേ. ആദ്യപ്പോൾ എടുത്ത് വെക്കട്ടെ. ഓക്കെ, ഇപ്പോൾ സമയം 1:30 ആയിട്ടുള്ളൂ ഗായ്സ്. അപ്പോൾ അമ്മൂസിന് 2 മണിക്കാണ് ഡാൻസ്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മൂട്ടിയെ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോയി വന്നിട്ടുണ്ടാക്കാം. കുറച്ച് സമയമുള്ളൂ ഗൈസ്. അമ്മൂസ് നിർബന്ധിച്ച പ്രകാരം ഞാനത് അമ്മൂസിനെയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് പോവാം. ലേറ്റാണ് അമ്മൂസ്. മരിക്ക് കളിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ടീച്ചർ വന്നിട്ടില്ല. അപ്പം മക്കളെല്ലാവരും വന്നിട്ടുണ്ട്. മക്കളൊക്കെ കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇതാ ക്രിസ്മസിൻ്റെ കേക്കൊക്കെ ടീച്ചർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. രാവിലെ മുറിച്ചതാണ്. രാവിലത്തെ ക്ലാസ്സിന് അമ്മൂസിന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ബാച്ചിന് എല്ലാവർക്കും കൊടുത്തു. ഒപ്പം അമ്മൂസിന് കിട്ടി. അപ്പോൾ അമ്മൂസിന് ഇതാ ഫീസൊക്കെ രേഖപ്പെടുത്താനുള്ളൊരു കാർഡൊക്കെ ടീച്ചർ കൊടുത്തിട്ടുണ്ട് എല്ലാ മാസവും. അങ്ങനെ ഇതാ 3:15 ഗൈസ്. അപ്പോൾ അമ്മൂസിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അമ്മൂസിന് പിന്നെ നല്ല തണുത്ത വെള്ളമൊക്കെ മേടിച്ച് കൊടുത്ത് ഞാൻ അമ്മൂസിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ ഉണ്ടതാടാ സർപ്രൈസ്. നമ്മുടെ യസുമ്മ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യസുമ്മ നേരെ പിന്നെ അയർമോളായിട്ട് കമ്പനിയായി. അപ്പോൾ അവരുടെ മുമ്പിലുള്ള നമുക്ക് തല്ലുകൊടുത്തൊക്കെ കാണാം കേട്ടോ. അമ്മൂസ് ഞാൻ മിണ്ടൂലേ. അമ്മൂസിന് ഇനി ഒന്നും മേടിച്ചു തരില്ലേ? എടുത്തോ, ഈ വള എടുത്തോ. എന്നാ മറ്റേ കൊടുക്ക്, മറ്റേ കൊടുക്ക്. ആ ബ്ലോവേ കൊടുക്ക്. പേപ്പർ സോപ്പ്. ജഗബോക്കെ ഉണ്ടാക്കരുത്. അതാ പേനയും പേപ്പറും തരും ചേച്ചി. എന്താ വരയ്ക്കുന്നത് യേസുകുട്ടി? എന്താ വരയ്ക്കുന്നേ? കുത്തി വരയ്ക്കുകയാണോ? ചേച്ചി എന്താ ഉണ്ടാക്കുന്നേ? ആയിരം ചേച്ചി എന്താ ഉണ്ടാക്കുന്നേ? പേന കൊടുക്ക്. പേനയും കൊണ്ട് എങ്ങനെയാ യേസുകുട്ടി വരയ്ക്കുന്നത്? അതുകൊണ്ടല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. പേനയും കൊണ്ട് എങ്ങനെ വരയ്ക്കുന്നത്? നിങ്ങൾ ഇവിടെ നിന്ന് കളിച്ചോളൂ. അപ്പോ ഓക്കെ, ടാറ്റാ. ആൻസമ്മക്ക് ടാറ്റാ. ടാറ്റാ ടാറ്റാ കിട്ടോ. ഹായ്. അപ്പൊ വെയിറ്റിംഗ് ഫോർ ക്രിസ്മസ് കരോൾ അല്ലേ അമ്മൂസ്? ഇസക്കുട്ടി അതെ വെയിറ്റിംഗ് ഫോർ. അതെ പൊളിച്ചെടുക്കണേ ഇസക്കുട്ടി. ഇസക്കുട്ടി പൊളിച്ചെടുക്കല്ലേ.
അതെന്തോ ഡിയർ. ഇസുക്കുട്ടി ഇസുക്കുട്ടി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടൂർ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. കുറേ ദിവസമായി ഇത് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, പിന്നെ എനിക്ക് സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ആണ് ഇത് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രിസ്മസ് കരോളിൻ്റെ നൈറ്റിലാണ് നമ്മൾ പിന്നെ ഈ ഒരു ഇത് കാണുന്നത്, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ ടൂറൊക്കെ പോയിക്കൊണ്ടിരുന്നത്, കന്യാകുമാരിയും തിരുവനന്തപുരം, കോവളം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് കരോളിൻ്റെ നൈറ്റൊക്കെ കാണാം കേട്ടോ. ഇല്ല ഇസക്കുട്ടി, നീ അത് ആക്കല്ലേ ഇസക്കുട്ടി, അതവിടെ ഇരുന്നോട്ടെ. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇപ്പം കാണാൻ. ആ ക്രിസ്മസ് അപ്പൂപ്പ വരും. ക്രിസ്മസ് അപ്പൂപ്പ സാൻഡോ. അപ്പൊ അമ്മൂസും കളിക്കണേ. അമ്മൂസും കളിക്കണം കേട്ടോ. നല്ല രസം. ശരിയാട്ടോ, നല്ല ഭംഗിയുണ്ട് സ്കൈ കാണാൻ. പിങ്കാ അപ്പോൾ ഗൈസ് ക്രിസ്മസ് കരോളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാണ് ഗൈസ്. അപ്പോൾ നാളെയാണ് നമ്മൾ ടൂറൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. അവർ ക്രിസ്മസ് കരോൾ കൂടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ താഴത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഈ വീഡിയോൻ്റെ അടുത്ത വീഡിയോസാണ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും എന്തായാലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് ദിസ് ചാനൽ. Till then, bye.